പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എപ്പോഴും നമ്മോട് കൂടെ തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുനാഥ, നിൻ്റെ അമ്മയായ മറിയത്തോട് ഈ വചനം കേൾക്കുന്ന ഓരോ മകനെ മകളെയും പരിശുദ്ധ മറിയമായ അമ്മയുടെ ഉടുപ്പിനോട് മേലങ്കയോട് പൊതിയണമേന്നും പുത്രനായ യേശുനാഥൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേന്നും താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഓ പരിശുദ്ധമ്മേ, വചനം ഗർഭം ധരിച്ച മറിയമേ, ഈ വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ എന്ന് പിതാവായ ദൈവമേ, പുത്രൻ മഹത്വപ്പെടുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം സങ്കീർത്തനങ്ങൾ 119 അധ്യായം 1 മുതൽ 23 വരെയുള്ള വചനമാണ് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവിനെ അനുസരിക്കുന്നവൻ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. വചനം ശ്രവിക്കാം. 1-ാം വാക്യം 119 അധ്യായത്തിലെ 1-ാം വാക്യം. അപകീലകമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ നിയമം. നമുക്കറിയാം, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിയമങ്ങളുണ്ട്, അല്ലേ? നിയമം വിട്ട് ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല. നിയമം നമ്മൾ പാലിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഗവൺമെൻറ് നിയമങ്ങൾ, സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ നിയമങ്ങളും നമ്മൾ കൃത്യമായി പാലിക്കണം. ഇതുപോലെ തന്നെയാണ് നസറനായ യേശു. യേശുനാഥൻ്റെ നിയമം വചനത്തിലൂടെ നിയമങ്ങളാണ്. അവൻ്റെ കൽപ്പനകളും നിയമങ്ങളും 100% നമ്മൾ പാലിച്ചാൽ ദൈവമായ കർത്താവ് പറയുന്നു, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ ഭാഗ്യവാന്മാർ. 2-ാം അധ്യായം. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. 1-ാം വാക്യത്തിലും 2-ാം വാക്യത്തിലും യേശുനാഥൻ പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റും? നീ ഭാഗ്യമുള്ളവൻ, ഭാഗ്യവാൻ. ഒരു ദൈവത്തിന് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. 3-ാം വാക്യം. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവ് പറയുന്നത്, നീ ഭാഗ്യവാൻ എന്ന് അരുളി ചെയ്തിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ വചനം നമ്മളിൽ നിറവേറും. നമ്മളത് സ്വീകരിക്കണം. അപ്പോൾ പറയണത്, അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു, നടക്കുന്നു. അവർ അനുഗ്രഹീതരാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിച്ചാൽ മാത്രമേ അവൻ്റെ കൂടെ ആയിരിക്കാൻ സാധിക്കൂ. കർത്താവിന് എതിരായിട്ട് ഒരു പാവവും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരുപാട് പാവങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയില്ലായ്മയും കൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സാരമില്ലെന്ന് പറഞ്ഞ് നമ്മളത് തള്ളിക്കളയും. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. ഹല്ലേലൂയ. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കുമെന്നും അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്നും അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞതാണ്, അങ്ങനെ എൻ്റെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങൾ പാലിക്കണം. തെറ്റായ മാർഗത്തിലൂടെ നടക്കാൻ പാടില്ല.
നമുക്കൊരു വ്യക്തിയെ കാണാൻ പറ്റും. യോന പ്രവാചകൻ. കർത്താവ് പറഞ്ഞു, നീ ഒരു സ്ഥലത്ത് പോയിട്ട് വചനം പ്രഘോഷിക്കുക. അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അവൻ എന്ത് ചെയ്ത്? അവൻ അങ്ങോട്ട് പോയില്ല. അവൻ നേരെ ഒളിഞ്ഞും പാത്തും വേറെ സ്ഥലത്തേക്ക് കപ്പൽ കയറി. ഉടനെ അവിടെ എന്ത് സംഭവിച്ചു? ആ കപ്പല് ആടി ഉലയാൻ തുടങ്ങി. അവരെല്ലാവരും നശിക്കാൻ പോയി. അവരുടെ ചരക്കുകളൊക്കെ ഇട്ടത് കടലിലേക്ക് എറിഞ്ഞ് വലിയൊരു പ്രതിസന്ധി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരക്കി, ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്, ദൈവഭയമില്ലാത്തവർ, നേരോ കുറ്റക്കാരൻ. അങ്ങനെ തിരക്കി ചെന്നപ്പോ യോന ഷിപ്പിന്റെ അടിയിൽ പോയി കിടന്നുറങ്ങണത്. ഉടനെ അവിടുത്തെ മേലധികാരി ക്യാപ്റ്റന്മാരെ അവർക്ക് വന്നിട്ട്, നീ ഇവിടെ കിടന്നുറങ്ങണം. അപ്പൊ അവൻ തന്നെ പറയണേ, എന്നെ കടലിലേക്ക് എടുത്തിട്ടോ, ഞാൻ കർത്താവിന്റെ നിയമം ലംഘിച്ച് ഞാൻ വന്നതാണെന്ന് പറയാം. അപ്പൊ കടലിലേക്ക് എറി. ഉടനെ എന്ത് സംഭവിച്ചു? തിമിംഗല അവനെ മിഴുങ്ങിക്കളഞ്ഞാലും കർത്താവിന്റെ കണ്ണ് അവന്റെ മേലെ ഉണ്ടായിരുന്നു. അവൻ ചത്തില്ല. 3 ദിവസം അവൻ ശ്വാസം മുട്ടി തിമിംഗലത്തിന്റെ വയറ്റി. അവസാനം കടൽ തീരത്ത് വന്ന് തിമിംഗലം ഛർദ്ദിച്ചിട്ടാണ്. അപ്പോഴാണ് അവന് ബോധം വന്നത്, ജ്ഞാനം കിട്ടി. ഇതുപോലെ തന്നെയാണ് നമുക്കും. കർത്താവ് ഇടുങ്ങിയ വാതിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകും. അന്നേരം നമ്മൾ വിചാരിക്കും, അയ്യോ കർത്താവ് എന്നെ വിട്ടുപോയോ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട്. ഒരിക്കലും ദൈവമായ കർത്താവ് നമ്മളിൽ നിന്ന് പോകുന്നില്ല, നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നുമില്ല. ഇന്നില്ലെങ്കിൽ നാളെ കർത്താവ് നമ്മളെ രക്ഷിക്കും. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ. വചനം പറയുന്നുണ്ടോ? അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരുന്നു, എനിക്ക് ലംഘിക്കേണ്ടി വരികയില്ല. അങ്ങയുടെ കൽപ്പനകളും മാർഗങ്ങളും വഴികളും അനുസരിച്ചിരുന്നെങ്കിൽ ഞാൻ ലംഘിക്കേണ്ടി വരികയില്ലായിരുന്നു. കർത്താവിൻ്റെ കൂടെയായിരിക്കും. കർത്താവിൻ്റെ കൽപ്പനകൾ, കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വഴികൾ നമ്മൾ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ വഴികളിലൂടെ, മറ്റുള്ളവർ പറഞ്ഞ വഴികളിലൂടെ പോകണമെന്നുണ്ടെങ്കിലും കർത്താവിനോട് നമ്മൾ ആലോചന ചോദിച്ചിട്ട് വേണം പോകാൻ. അതാണ് യഥാർത്ഥമായ ഒരു ദൈവഭയം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു 3 ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള അത് ചൊല്ലിയിട്ട് പോവുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മേലെങ്കിലോട് നമ്മളെ തുതിയുകയും ചെയ്യും. നമുക്ക് മുമ്പേ അമ്മ അവനോട് പറഞ്ഞ് മലകൾ നിരപ്പാക്കുകയും പിച്ചള വാലൊടിക്കുകയും ഇരുമ്പാടാമ്പൽ തകർക്കുകയും ചെയ്യുന്ന യേശു നാമത്തിൽ നമ്മൾ പോകുന്ന കാര്യം സാധിക്കുകയും ചെയ്യും. അത് പരിശുദ്ധ അമ്മയാണ് നമുക്ക് സാധിച്ചു തരുന്നു. ഹല്ലേലൂയ. 7-ാം വാക്യം. അങ്ങയുടെ നിർദ്ദിഷ്ടമായ ശാസനങ്ങൾ എന്നെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. ഹല്ലേലൂയ. അങ്ങയുടെ ചട്ടങ്ങൾ, അങ്ങയുടെ മാർഗങ്ങൾ, അങ്ങയുടെ നിർദ്ദിഷ്ടമായ ശാസനകൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. കർത്താവിനെ നമുക്ക് ചട്ടങ്ങൾ ഒരുപാട് ഞെരുക്കത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില വചനങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തും. അത് നമുക്കൊരു ഉയർച്ചയായിട്ട് വരികയും ചെയ്യും. നമ്മൾ അന്നേരം താന്നു പോകാൻ പാടില്ല. ഇത് എനിക്ക് തന്ന കർത്താവിൻ്റെ പ്രതിഫലമാണെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസ്മരിക്കും. എന്നെ പൂർണ്ണമായി പരിചരിക്കരുത്. യുവാവും തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. കർത്താവിൻ്റെ ഓരോ വാക്കും 100 മേനി ഫലം പ്രകടിപ്പിക്കുന്നതാണ്, അതും വചനത്തിലൂടെ. ഹല്ലേലൂയ. അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു.
അങ്ങയുടെ വചനമെല്ലാം കാത്ത് സൂക്ഷിച്ച് വള്ളി പുള്ളി ഇല്ലാണ്ട് ഏത് സമയവും കർത്താവേ എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ ഓർത്ത് ധ്യാനിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. നമ്മളത് തേടേണ്ടു. പല വിചാരം, പല ചിന്തകൾ കൊണ്ടൊന്ന് നമ്മൾ നടന്ന അത് നമ്മുടെ നാശത്തിൻ്റെ വഴികളാണ്. അതേസമയം കർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. യേശു അപ്പാ, എനിക്ക് മുമ്പേ നീ പോയി മലകൾ നിറപ്പാക്കുകയും വിച്ചളവാലൊടിക്കുകയും ഇരുമ്പോടാണ് തറയുകയും ചെയ്യുന്ന യേശു അപ്പൻ്റെ കരത്തിന് കീഴെ ഞാൻ യാത്ര ചെയ്യുന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ കാര്യങ്ങൾ വിചാരിച്ച കാര്യത്തെക്കാളും ഉന്നതത്തിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തും. ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും കർത്താവിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ പോകാനായി. അവനെന്ത് പറയും, അവരെന്ത് ചെയ്യുന്നു, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കർത്താവ് അവിടെ ഇടപെടും. കർത്താവെ നിന്റെ നാമത്തിൽ നമ്മൾ പോകണം. നീ പഠിക്കുമ്പോൾ, എക്സാം എഴുതുമ്പോൾ, വിശ്വപ്പാ നിന്റെ നാമത്തിലാണ് ഞാൻ പോണത്. അങ്ങനെ കുറെ വചനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവിടുത്തെ ദൈവദൂതനെ അടിക്കും. കർത്താവ് വരുന്നില്ലെങ്കിലും, ശുദ്ധാത്മ വരുന്നില്ലെങ്കിലും ദൈവദൂതന്മാരുണ്ട്. അവർ നമ്മോട് കൂടെ വരും. അവർ സംസാരിച്ചോളും. അവരുടെ ഹൃദയത്തിലേക്ക് കയറി അവർക്ക് ജ്ഞാനം കൊടുത്ത് നമുക്ക് രക്ഷയായി മാറും. ഹല്ലേലൂയ. അങ്ങയുടെ കൽപ്പനകൾ വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. എന്താ, അങ്ങയുടെ ഓരോ വാക്കും ഓരോ വചനവും കൽപ്പനകളും വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. 10-ാം വാക്യത്തിൽ എഴുതി വച്ചേക്കാണ്, അങ്ങയുടെ കൽപ്പനകൾ വിട്ടു നടക്കാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണ് 11-ാം വാക്യം. ഇത് നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും ബുദ്ധിയിലും മനസ്സിലും എപ്പോഴും സൂക്ഷിച്ചിരിക്കേണ്ട ഒരു വചനമാണ്. കാണാപ്പാഠം പഠിക്കേണ്ട ഒരു വചനമാണ്. എന്താണ്? സങ്കീർത്തനങ്ങൾ 119:11-ാം വാക്യം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ വചനം സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ പറയണത് എപ്പോഴും. കർത്താവിന് എതിരെ ഒരു പാപം ചെയ്യരുത്. കർത്താവിനെ വിട്ട് നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മൾ ചില തെറ്റുകളും പാപം ചെയ്യുമ്പോൾ മാറി നിൽക്കുമെങ്കിൽ അത് നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല. വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ച് സംസാരിച്ച് ഈശോയുടെ കുർബാനയിലും ജമാലിലൊക്കെ ചൊല്ലിക്കുമ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് കയറി വരും. അതുപോലെ തന്നെ യേശുനാഥനും നമ്മളെ കയറി വന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 12-ാം വാക്യം. കർത്താവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. എന്താ, ഈ ഒരൊറ്റ വചനം പറഞ്ഞാൽ മതി. കർത്താവേ അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് മാറും. അതേസമയം നമ്മൾ യൂട്യൂബിലൂടെ ചില സിനിമാ ഗാനങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ പോകുന്നുണ്ടല്ലോ, അത് നാശത്തിൻ്റെ കേട്ടോ. അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, ഇരുചക്രവാഹനങ്ങളിൽ പോകുമ്പോഴെല്ലാം ചെവിട്ടിയിൽ ഇത് വെച്ചിട്ട് യൂട്യൂബിലൂടെ ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ, അങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ വേണ്ടാത്ത ഗാനങ്ങളൊക്കെ കേട്ടിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. അത് അപകടം ഉണ്ടാക്കും നമ്മൾ. അതേസമയം കർത്താവിൻ്റെ ഒരു പാട്ടോ വചനോ എന്തെങ്കിലും ഹൃദയത്തിൽ വെച്ചിട്ട് ചോദിക്കുക, ഒരു അപകടവും അപായവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കർത്താവ് കാത്തോളും. കർത്താവിനെ മറന്നു കഴിയുമ്പോഴാണ് അവൻ കയറി നമുക്കിട്ട് അടിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ, നിസ്സാരമായിട്ട് ഒരു ഇരുചക്ര വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യും അല്ലേ? നമ്മുടെ ഇടതും വലതും മുൻപിലും പുറകിലും ഒരുപാട് വാഹനങ്ങൾ വരുന്നു. അത് പല ജാതി മതക്കാരാണ്.
അവർ ചെയ്യണ തെറ്റുകൾ എന്താണെന്ന് അവർ സാത്താന്മാരെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ പോണതൊക്കെ. മദ്യം കഴിച്ച്, മയക്കുമരുന്ന് കഴിച്ച്, വിചാര ദുർഭൂതമൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ പോയിക്കിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ പോണത്, യാത്ര ചെയ്യണത്. അപ്പൊ ഈ പരിശുദ്ധ അമ്മേനെയും പുത്രനായ യേശുവിന്റെ വചനമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുകയാണെങ്കിൽ വലിയ അപകടത്തിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവും. ഒരിക്കലും നമ്മൾ ഇരുത ചക്രവാഹനങ്ങളായാലും 4 ചക്രവാഹനങ്ങളായാലും നമ്മൾ അഹങ്കരിക്കാനേ പാടില്ല. അഹങ്കാരം ശാശാണ്. അഹങ്കരിക്കരുത്, താഴ്മയുടെ പണം. നമ്മള് നേരായ വഴിയിലൂടെ കർത്താവിനെ അറിയാണ്ട് പരിശുദ്ധമ്മയുടെ ഒന്നും പറയാണ്ട് ഇങ്ങനെ സിനിമ കാട്ടൊക്കെ നമ്മൾ പതുക്കെ പോകണമെന്നുണ്ടെങ്കിലും അവൻ ഇങ്ങോട്ട് വന്ന് കയറും. അപ്പൊ അങ്ങോട്ട് കയറാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കണം. അത് ഇടയ്ക്ക് എടുത്ത് പറയാൻ വേണം. ഹല്ലേലൂയ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കണ്ട, അങ്ങയുടെ ഓരോ വാക്കും ചട്ടങ്ങളും എന്നെ പഠിപ്പിക്കണമേ. അത് നമ്മുടെ ജീവിതത്തിൽ രക്ഷയാണ്. ഒരു ബിസിനസ് തകർന്നു പോകും, ഒരു ജോലി തകർന്നു പോകും, വിട്ടുപോകും എന്നൊക്കെ വിചാരിക്കുന്നത് ഒരിക്കലും വേണ്ട. കർത്താവ് തന്നതാണോ അത് നഷ്ടപ്പെടുകയില്ല. കർത്താവ് അറിയാണ്ട് ഒരിക്കലും നഷ്ടപ്പെടുകയില്ലെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന. ഞാൻ ഒരു ചെറിയ സാക്ഷ്യം പറയാം, എൻ്റെ തന്നെ. ഞാൻ കുവൈറ്റിലായിരുന്നു, ടെക്നീഷ്യനായിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കമ്പനി സൂപ്പർവൈസറായിട്ട് മുകളിലോട്ട് ഉയർത്തി. 100 പേരുടെ പണിക്കാരുടെ സൂപ്പർവൈസറായിട്ട് എന്നെ ഉയർത്തി. അപ്പൊ എനിക്ക് എൻ്റെ മേലെ ഒരു അറബിയുണ്ട്, കുവൈറ്റിൽ നിന്ന് തന്നെ പറയണത്. അയാളും സൂപ്പർവൈസർ, അയാൾ സീനിയർ, ഞാൻ ജൂനിയർ. പക്ഷെ അദ്ദേഹത്തിന് വണ്ടിയില്ല, എനിക്ക് വണ്ടിയില്ല. അപ്പൊ ആ വണ്ടി എടുക്കാനായിട്ട് അവൻ ഒരുപാട് കളി കളിച്ചു. അവന് സൂപ്പർവൈസറാണ്, പക്ഷെ എന്നെക്കാളും പേരുണ്ട്. കാരണം അവൻ ആ നാട്ടുകാരനാണ്, ഞാൻ വിദേശിയാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം ഉണ്ടാകും അവിടെ. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ മേലധികാരികളുണ്ടല്ലോ, ടീം ലീഡർ, സീനിയർ എഞ്ചിനീയർ, സൂപ്പറിൻറ്റൻഡർ, സൂപ്പർവൈസർ. അവര് പറഞ്ഞ് ഒരു കാരണവശാലും ഇവന് വണ്ടി കൊടുക്കാൻ പാടില്ല. ആർക്ക്? ആ നാട്ടുകാരൻ. അവൻ്റെ പേര് അസലാമെന്നാണ്. അവന് വണ്ടി കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അവൻ വലിയ വലിയ പിടിയൊക്കെ ഉള്ളവനാ. അവിടെ നിന്ന് വിളിച്ചു പറയാൻ ചെയ്തു. പക്ഷെ പറഞ്ഞ് അവൻ പണിയെടുക്കില്ല. തീർത്തു പറഞ്ഞു ഇവൻ വേണം വണ്ടി കൊണ്ട് പോകാനായിട്ട്. ഇവര് പല ജോലിയുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഓർണം, അവിടെ ഇവിടെയൊക്കെ ഓഫീസിലൊക്കെ കയറി ഇറങ്ങണം. ഓയിൽ ഫീൽഡാണ്. ഇവിടെ വണ്ടി കൊടുക്കില്ല. അതിന് 5 വർഷം അവൻ എന്നെ നോക്കി, പല പ്രതത്തിൽ എന്നെ തട്ടാൻ നോക്കി, വണ്ടി എടുക്കാൻ നോക്കി. പക്ഷെ കർത്താവ് തന്നതായിരുന്നു ആവശ്യം. കർത്താവിനോട് ഞാൻ ചോദിച്ചു വാങ്ങിയ വർക്കാണ്. അപ്പൊ കർത്താവ് തന്നത് അത് ഒരു വ്യക്തിക്കും തടയാനേ പറ്റില്ല. എത്ര കളി കളിച്ചാലും ആര് അത് നഷ്ടപ്പെട്ടു ഒരിക്കലും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. ഒരിക്കലും നഷ്ടപ്പെടില്ല. അയാൾക്ക് ശമ്പളവും അവനേക്കാളും കൂടുതലാണ് എനിക്ക് ശമ്പളം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ദൈവമായ കർത്താവ് തരണതാണ്. അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ദശാംശമൊക്കെ കൊടുക്കാൻ തുടങ്ങി. എല്ലാ മാസവും കിട്ടണേലെ 10% ദശാംശം ഞാൻ കൊടുക്കാൻ തുടങ്ങി കർത്താവിന് ഓരോ ജോലി. അവസാനം കർത്താവ് തന്നെ എന്നെ അടുത്ത കോണ്ടാക്റ്റിലേക്ക് മാറാൻ എൻ്റെ ആ വാതിൽ അടച്ചു കളഞ്ഞു. നീ നാട്ടിലേക്ക് പോകാൻ. അങ്ങനെ ഞാൻ അറിയണം. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം പുതിയ കോണ്ടാക്റ്റിലേക്ക് എല്ലാം എഗ്രിമെന്റ് ഒക്കെ ചെയ്താണ് എല്ലാം. പക്ഷെ എന്നെ ആ കമ്പനി ഫിനിഷ് ചെയ്തത് അത് കർത്താവിന്റെ പ്രവൃത്തിയായിരുന്നു. കർത്താവാണ് എന്നെ അങ്ങനെ ആക്കിയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പൊ എന്നെ വേറെ സ്ഥലത്തേക്ക് ഇടാം, വേറെ ജോലി നിങ്ങൾക്ക് തരാന്നൊക്കെ കമ്പനി പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞൊരു 10 ദിവസത്തേക്ക് നുണ പറയേണ്ടി വന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് വരാം. അപ്പൊ എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. പാസ്പോർട്ട് കമ്പനിയിൽ നിന്ന് മേടിച്ച് ഞാൻ നേരെ കയറി നോക്കി. ലീവ് എടുത്ത് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. എൻ്റെ സർവീസും ജീവിതം എല്ലാം ലക്ഷങ്ങൾ പോയി. അതിന്റെ 10 ഇരട്ടി കർത്താവ് എനിക്ക് തരും. ഇത്
ഇത് ഞാൻ പറയണത് പരിശുദ്ധ അമ്മയും പുത്രനായ യേശുവും കൂടി എന്നെ അവിടെ നിന്ന് കയറ്റി വിട്ടതാണ്. എനിക്കൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ നാട്ടിലാണ്. അവർ വിളിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഞാൻ മതി ഡീപ്പേൺ സർവീസിന് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഇരുന്നുകൊണ്ട് അപേക്ഷിച്ചു, കിട്ടുമോ എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയില്ല, പോട്ടെ, അത് തമ്പുരാൻ വെട്ടിക്കൽ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ തമ്പുരാന്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങയുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കും എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും. അങ്ങയുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന ശാസനകളെ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും. കർത്താവ് സംസാരിക്കും നമ്മളോട്. പലരോടും സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എവിടെയെങ്കിലും പാപത്തിന്റെ മേഖലകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് കർത്താവിന്റെ സ്വരം ശ്രവിക്കാൻ സാധ്യമല്ല. 14-ാം വാക്യം. യേശുവേ നന്ദി. അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ നിന്നും ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ കൽപ്പനകൾ, അങ്ങയുടെ വാക്കുകൾ, ഇതെല്ലാം വചനമാണ്. വചനം ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കർത്താവ് തരുന്ന വചനം നമ്മൾ ദിവസവും വായിക്കണം. ദിവസം വായിക്കണം. വചനം വായിച്ചുകൊണ്ടേ നീ നടന്നു നോക്കിയേ കർത്താവ് പടിപടിയായിട്ട് ഉയർത്തുന്നത് നമുക്ക് കാണാം. മക്കളെയും കുടുംബവും എല്ലാം 1000 തലമുറ വരെ നമ്മളെ ഓരോ ദിവസവും ഈ 2-3 അധ്യായം വായിക്കണം. അപ്പൊ അതിന്റെ ഗുണം നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. 15-ാം വാക്യം. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. എന്താ? അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കും, അങ്ങയുടെ വചനങ്ങളെ പറ്റി, അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. ഈ ബൈബിളാണ്. ഈ ബൈബിളിൽ നമ്മുടെ ബുദ്ധി, മനസ്സ്, ഹൃദയം എല്ലാം പതിയണം. 1-ാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് ദൈവമായ കർത്താവ് നമ്മളിലേക്ക് വരുന്നത്. വചനം കർത്താവാണ് അല്ലെ. അപ്പൊ ബൈബിള് വായിക്കാണ്ട് വല്ലപ്പോഴൊക്കെ വായിച്ചിട്ട് കാര്യമുണ്ട്. ദിവസവും വായിക്കണം വചനം. കർത്താവേ, നിന്റെ വചനം എന്നിൽ പതിയണമേ, എന്റെ ഹൃദയത്തിൽ. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119:11. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. വചനം ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലും പറഞ്ഞാലും അവിടെ കർത്താവ് ഇടപെടും. നല്ലത് മാത്രമേ അവിടെ തരുള്ളൂ. ചീത്തയായതൊന്നും ദൈവമായ കർത്താവ്, നമ്മുടെ അപ്പൻ, യേശു അപ്പൻ നമുക്ക് തരികയില്ല, ഒരിക്കലും തരികയില്ല. ഹല്ലേലൂയ. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. അങ്ങയുടെ വചനം ഞാൻ നിഷേധിക്കുകയില്ല, വിസ്മരിക്കുകയില്ല. ഞാൻ ഏറ്റെടുക്കുന്നു. കർത്താവേ, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ രക്ഷ, നീയാണ് എൻ്റെ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞത്. കർത്താവേ, കൂടെ ആയിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കണം. ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ് അല്ലേ. നമ്മള് നല്ല പിള്ളയായിട്ട് റോട്ടിൽ കൂടെ ഒക്കെ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമെന്ന് വല്ല ഉറപ്പുണ്ടാ വീട്ടിലേക്ക്? അതുപോലെ ട്രാഫിക് ജാം അല്ലെ, വണ്ടി ചീറി പാഞ്ഞ് എങ്ങനെയുള്ളവരായിരിക്കും ഇപ്പം പുറകിൽ കൂടെ, മുക്കിൽ കൂടെ, സൈഡിൽ കൂടെ ഒക്കെ വന്നതല്ലേ. പണ്ടൊക്കെ വലിയ കുഴപ്പമില്ല, മദ്യം മാത്രമേ ഉള്ളൂ. ഇത് മദ്യമാണ്. അതിനേക്കാളും എന്തെല്ലാം സാധനങ്ങളെ അടിച്ചു കയറ്റിയിട്ട് ബോധം പോയിട്ട് വന്നത് അവന് തന്നെ അറിയില്ല എന്താണ്. അപ്പൊ നമ്മള് സത്യസന്ധമായി നടന്നാലും നമ്മുടെ മേക്കേട്ട് കയറാൻ വരാതിരിക്കണമെങ്കിൽ ഭർത്താവിലേക്ക് നമ്മൾ തിരിയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 17-ാം വാക്യം. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ. ഈ വചനമൊക്കെ കത്തി ജ്വലിക്കണ വചനമുള്ളതല്ലേ. ഇതൊക്കെ ഒന്ന് എടുത്ത് ധ്യാനിച്ചു നോക്കിയേ. ഇതാണോ എഴുതിയേക്കണം നോക്കിയേ. 17-ാം വാക്യം. ഞാൻ ജീവിച്ചിരിക്കാനും
അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ 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 ചൊരിയണമേ കർത്താവേ എന്ന് നമ്മൾ പറഞ്ഞിട്ടൊക്കെ വേണം വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങാൻ. അതുപോലെ ആയിപ്പോയി നമ്മുടെ ഈ ലോകം, അതുപോലെ ആയിപ്പോയി. എന്തൊക്കെയാണ് കാണുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഇന്ന് കണ്ടില്ലേ? ഒരു പെൺകുട്ടിനെ ജ്യൂസിൽ മദ്യപിച്ച് കൊടുത്ത് അവളുടെ വീഡിയോ എടുക്കുക. ഒരു നിമിഷം കൊണ്ട് സാത്താൻ കയറിയിട്ട് അവനെ ബുദ്ധിനെ അങ്ങോട്ട് മന്ദബുദ്ധിയാക്കി കളയുന്നത്. എന്ത് ചെയ്താലും കുഴപ്പമില്ല. ചെയ്തു കഴിഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴാണ് നിയമജ്ഞന്മാര് വന്ന് പിടിച്ചിട്ട് പരിപ്പെടുന്നത്. നാണം കെട്ടുപോയത്. ഇത്ര എണ്ണമൊന്നും നോക്കിയേ. ന്യൂസ് അങ്ങ് കേൾക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മൊത്തം എല്ലാം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം ഡിസ്ട്രിക്ട്, കോട്ടയം ഡിസ്ട്രിക്ട്, മലപ്പുറം ഡിസ്ട്രിക്ട് അതൊക്കെ ഭയങ്കരമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 18-ാം വാക്യം, അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ, വചനമാണ് കർത്താവിൻ്റെ ബൈബിൾ വചനം, വായിക്കാനും ധ്യാനിക്കാനും എൻ്റെ കണ്ണുകളെ തുറക്കണമേ, എൻ്റെ കണ്ണുകളെ തുറക്കണമേ. വേണ്ടാത്ത പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിനൊക്കെ കയറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളുണ്ടല്ലോ. ഏത് സമയം നിനക്കിട്ട് അടിയുറപ്പാണ്. യാതൊരു സംശയമാണ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ തൊട്ടൂല നമ്മുടെ രോമം ശരീരത്തിൽ പൊടിയാൻ അവൻ സമ്മതിക്കില്ല. തലമുടി നാര് വരെ, തലമുടി ഓരോ എണ്ണവും എണ്ണി വെച്ചിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. മനുഷ്യന് പറ്റുമോ? ഇല്ല. 19-ാം വാക്യം, ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്. എനിക്ക് നമ്മൾ പറയേണ്ട വാക്കാണ്, കർത്താവേ ഈ ഭൂമിയിൽ ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഒരു പരദേശിയാണ്. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, കർത്താവേ നിന്റെ ദാനമാണ്. എനിക്ക് ജോലിയുണ്ട്, കർത്താവേ നിന്റെ ദാനമാണ് ജോലി. എനിക്ക് നല്ലൊരു ഭാര്യയെ തന്നു, നീയാണ് എനിക്ക് തന്നത്, നിന്റെയാണ്, നിന്റെ കുടുംബമാണ്, നിന്റെ അമ്മയുടെ കുടുംബമാണെന്ന് നമ്മൾ പറയുമ്പോൾ പ്രാർത്ഥനയിലൂടെയല്ല കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുത്. എന്താ? കർത്താവിൻ്റെ ഓരോ വാക്കുകളും എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുത്. അങ്ങയുടെ കൽപ്പനകൾക്ക് വേണ്ടിയുള്ള നിരന്തരം എന്നെ ദാഹിപ്പിക്കുന്നു. അങ്ങയുടെ ഓരോ വാക്കുകളും കേൾക്കാൻ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. അതെങ്ങനെ വരാം? കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ അപേക്ഷ ചെയ്യുമ്പോൾ നമുക്കൊരു ദാഹം. എങ്ങനെയുള്ള ദാഹം എന്ന് പറയുമ്പോൾ, നട്ടുച്ച 12 മണിക്ക് പെരും ചൂടത്ത് നടന്നു വരുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാനുള്ള ദാഹം ഉണ്ടല്ലോ, അതുപോലെ കർത്താവിൻ്റെ വചനം കേൾക്കാനുള്ള ദാഹം വരുമ്പോൾ അവിടെ നിന്ന് തുറന്നു തരും. അപ്പം അത് നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കും, നമ്മുടെ ഹൃദയം ജ്വലിക്കും. മറ്റുള്ളവരെ കൂടി വചനം കൊടുക്കാനുള്ള ആത്മാവ് കത്തി ജ്വലിക്കുകയും ചെയ്യും. മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറും. എങ്ങനെ മനുഷ്യരെ പിടിക്കും? താൻ്റെ വചനം കൊടുത്താൽ മതി. വചനം കൊടുക്കുമ്പോൾ നമ്മൾ മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറും. അത് നമ്മളെ നടത്തുന്നത് ദൈവമായ കർത്താവാണ്. ഞാൻ കണ്ട ഈ വചനം ഇങ്ങനെ പലർക്കും കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 വർഷമായി. ഞാൻ ലാറ്റിൻ കുർബാനയിൽ വായിക്കുന്ന വചനം ഞാൻ 100-300 പേർക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ജീസസ് യൂത്ത് അയച്ചു തരുന്നതാണ്. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ദൈവമായ കർത്താവ് എനിക്ക് വചനം പ്രഘോഷിക്കാനുള്ള കൃപത. അങ്ങനെ ഞാൻ പല കൂട്ടായ്മയിലൊക്കെ വചനം പ്രഘോഷിച്ച് അങ്ങനെ അവിടെ നിന്ന് കയറിപ്പോന്നു. ഇവിടെ വന്നപ്പോൾ ഒന്നും ഇല്ലാണ്ടായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്നെപ്പറ്റി പറയാൻ എനിക്ക് വലിയ ദാഹമാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ കർത്താവെ നിന്നെപ്പറ്റി പറയാൻ, നിന്റെ വചനം പറയാൻ 10 പേരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണേന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം പരിശുദ്ധ അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു, നീ വചനം
ഈ വാട്സപ്പിലൂടെ ഫോർവേഡ് ചെയ്യുക. അങ്ങനെ 10-500 പേർക്കോളം ഞാൻ വചനം അയച്ചു കൊടുക്കുന്നത്, ഞാൻ പറയണ വചനം ഇതുപോലെ. അങ്ങനെ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ നീ യൂട്യൂബ് ചാനലിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. കണ്ടു കാണും അല്ലേ? ഈ യൂട്യൂബ് ചാനൽ എൻ്റെ പരിശുദ്ധ അമ്മയുടെ അകത്തുള്ളത്. പരിശുദ്ധ അമ്മയുടെ പുത്രൻ്റെ നാമത്തിലാണ് ഞാനത് വിടുന്നത് ഓരോ ദിവസം. എൻ്റെ ഒന്നുമല്ല, അവൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ ചെയ്യണത്. ഇന്ന് 26,000 സഹോദരി സഹോദരന്മാർ ഈ വചനം കേൾക്കുന്നത്. തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. 26,000 പേര് അടിയന്തയിലൂടെയുള്ള വചനങ്ങൾ കേൾക്കുന്നു. അത് തന്നെ വലിയ കൃപയാണ്. യേശുവേ നന്ദി. യേശുവേ, ഞാനൊന്നുമല്ല, ഞാനൊരു ഉണക്കമരമാണ്. കർത്താവ് പറയണില്ലേ, പച്ചമരത്തെ ഉണക്കുകയും ഉണങ്ങിയ മരത്തെ തളിർപ്പിക്കുകയും ആറ്റ് തീരത്ത് നിൽക്കുന്ന വൃക്ഷം പോലെ നിന്നെ ഞാൻ കാത്തു പരിപാലിക്കുമെന്നൊക്കെ കർത്താവ് പറയുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. 21-ാം വാക്യം, അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടു നടക്കുന്ന ശപിക്കപ്പെട്ട ധിക്കാരികളെ അവിടുന്ന് ശാസിക്കുന്നു. അതൊക്കെ കർത്താവ് പറയണണ്ട. 21-ാം വാക്യം, അങ്ങയുടെ പ്രമാണങ്ങൾ, കർത്താവിന്റെ വചനം വിട്ടു നടക്കുന്നു. കർത്താവിന്റെ വചനം അറിയില്ല, ബൈബിളൊക്കെ ഉണ്ട്, ക്രിസ്ത്യാനിയാണ്, ഒന്നും അറിയില്ല. അങ്ങനെ നടക്കുന്നവര് അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടു നടക്കുന്ന ശപിക്കപ്പെട്ട, അവിടെ എഴുതി വെച്ചാണ്, ശപിക്കപ്പെട്ട ധിക്കാരികളെ അവിടുന്ന് ശാസിക്കുന്നു. കർത്താവ് ശാസിക്കുന്നു. കർത്താവ് ശാസിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക അല്ലെ? എന്നാലോചിച്ച് 11 വേണ്ടാത്ത പുസ്തകങ്ങളല്ലേ, മാസിക, സിനിമ, സീരിയല് ഇതൊക്കെ കേട്ട് ഇങ്ങനെ സ്രില്ലടിച്ച് പോകുമ്പോൾ കർത്താവ് പറയണ വാക്ക് കണ്ട എടുത്തു വായിച്ചു കേട്ടാ. 119-ാം സങ്കീർത്തനം 21-ാം വാക്യം, ശപിക്കപ്പെട്ടവരെന്ന് അവിടെ കേൾക്കണം. അല്ലെ? 22-ാം വാക്യം, അവിടെ പരിഹാസവും എന്നിൽ നിന്നും അകറ്റണമേ, ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുവല്ലോ. അപ്പൊ നമ്മൾ കർത്താവിന്റെ കൂടെ ആയിരിക്കും, കർത്താവിന്റെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊരു കുറച്ചിലുണ്ടാവും. മറ്റുള്ളവർക്കൊരു കുറച്ചില്, ഇവന് വലിയ ഭക്തിയാണല്ലോ, ഇവന് ഇതാണ്, നമ്മൾ അതൊന്നും നോക്കാൻ പാടില്ല. നമ്മൾ കർത്താവിനെ 1-ാം സ്ഥാനം കൊടുക്കുക. കർത്താവിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലും പിൻപിലും വെള്ളമൊക്കെ നിൽക്കുന്ന 10-15 പേര് കാണുമല്ലോ. കൈ ഉയർത്തരുത്, കൈ കൂപ്പരുത്. അവരെ കണ്ടിട്ട് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു കെണിയാണ്. മനുഷ്യനിൽ ആശ്രയിച്ച കെണിയാണ്. കെണിയുടെ പ്രത്യേകത എന്താണ്? ഒരു എലീനെ തന്നെ പിടിക്കും. എലിപ്പെട്ടി വെച്ചാൽ അത് കെണിയാണ്. അതിനകത്ത് വീണപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ ഈ 10 പേരുടെ ഇടയിൽ നിന്നിട്ട് നമ്മൾ അവൻ കാണിക്കണത്, അവൻ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ അവൻ മുട്ടുകുത്തണ്ട, ഞാൻ മുട്ടുകുത്തില്ല, അങ്ങനെ പറഞ്ഞ് നമ്മൾ നിൽക്കരുത്. നമ്മൾ കർത്താവുമായിട്ടൊരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് വരും? അതൊരു കെണിയായിട്ട് വരും. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ പള്ളിയിൽ പോയാലും പ്രാർത്ഥനാലയത്തിൽ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണിക്കണം നോക്കിയിട്ട് നമ്മൾ ചെയ്യും. അത് ചെയ്യരുത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നിനക്കത് തോന്നുന്നോ അത് നീ ചെയ്യണം. മുൻപിലേ കയറി മുട്ടുകുത്തണം, മുമ്പിൽ കയറി മുട്ടുകുത്തണം, കരം പിരിച്ചു പിടിക്കണം. മറ്റുള്ളവർ പറഞ്ഞോട്ടെ, കർത്താവ് നിന്നെ കാണുന്നുണ്ട്. മറ്റുള്ളവരും കെണിയാണ്. അവരെ പറയുന്ന നോക്കി എന്താ പറയണത്? അങ്ങയുടെ കൽപ്പനകൾ ഞാൻ പാലിച്ചുവല്ലോ, രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ ഈ കുറ്റം പറയുന്ന കുറെ രാജാക്കന്മാരുണ്ട് നമ്മുടെ മുമ്പിലും പെമ്പിലും ഇതൊക്കെ ഉണ്ടാവും. അവൻ പ്രാർത്ഥിക്കണം, അവൻ വലിയ പുണ്യാളനായി, അവരുടെ കയ്യിൽ ബൈബിള്, അത് രാജാക്കന്മാരാണ്. അവർക്കുള്ള പണി തമ്പുരാൻ കൊടുക്കും. എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെ പറ്റി ധ്യാനിക്കും. ആര് എന്ത് പറഞ്ഞാലും നമുക്കൊരു പ്രശ്നം വേണ്ട. കാരണം എന്താ പറയുക, നമ്മെ വഴി നടത്തുന്നത് ആരാ? മനുഷ്യനാണോ? ദൈവമായ കർത്താവാണ്. നമ്മെ തീറ്റിപ്പോറ്റുന്നത് ആരാണ്? മനുഷ്യനാണോ? ദൈവമായ കർത്താവാണ്. നമ്മെ സമയാസമയത്തിന് ആഹാരവും വെള്ളവും തന്ന്
ഉറക്കി എഴുന്നേൽപ്പിക്കുന്നത് ദൈവമായ കർത്താവാണ്. അവന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്ത് അവനെ ധ്യാനിച്ച് അവനെ പൂജിച്ച് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും, മക്കളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അവസാനമായി, എന്നാൽ ഈ ദാസൻ അങ്ങയുടെ പട്ടങ്ങളെപ്പറ്റി ചട്ടങ്ങളെപ്പറ്റി ഞാൻ ധ്യാനിക്കും. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ അനന്തം, അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. അവിടുത്തെ ചട്ടങ്ങൾ, അവിടുത്തെ കൽപ്പനകളാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. മനുഷ്യന്റെ ഉപദേശം നമ്മൾ കേൾക്കാനേ പാടില്ല. കർത്താവിനോട് ചോദിക്കണം. ഇവൻ പറയുന്നുണ്ടല്ലോ, കർത്താവ് നീ എന്ത് പറയുന്നു? അവിടെ സ്ഥലം കേൾക്കും. എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് കാര്യം ആരെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കാൻ പറയാമെന്ന് നമ്മൾ പറഞ്ഞിട്ട് പോയി അല്ലേ. കർത്താവിനോട് വെച്ചിട്ട് വചനം തുറക്കുമ്പോൾ അവിടെ വചനം സംസാരിക്കും. കർത്താവ് നമ്മൾ പറയും എന്താണ്, അത് ധ്യാനിക്കണം, എന്താണ് ആ പറയുന്നത്. എന്നിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് നിഗ്രഹമായിട്ട് വരും. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവയെ വലിയ പ്രൈസ്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും.